Assalamualaikum, welcome back to my channel. Okay, എങ്ങനെയുണ്ട് കാണാൻ നല്ലല്ലേ? ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് വെരി ഈസി. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഫസ്റ്റ് ഇതിന് നമുക്ക് ഒരു തിക്കായിട്ടുള്ള എന്തെങ്കിലും സാധനം വേണം. ഷാർട്ട് പേപ്പർ, കാർഡ്ബോർഡ്, അങ്ങനത്തെ എന്തെങ്കിലും. അതിനെ റൗണ്ടായിട്ട് നമ്മൾ മുറിക്കണം. അതിന് പ്രിഫേർഡ് ആയിട്ട് സൈസൊന്നുമില്ല, ഏതെങ്കിലും ഒരു സൈസിൽ റൗണ്ടായിട്ട് മുറിക്കണം. എന്നിട്ട് ഇതിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഈ വരച്ചു വെച്ച ലൈൻസ് അതുപോലെ തന്നെ കട്ട് ചെയ്യണം. ദെൻ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വലിയൊരു ഹോള് ഇട്ട് വെക്കാം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കീപ് ഇറ്റ് അസൈഡ്. നമുക്കിനി സ്ട്രിങ്സിൻ്റെ കാര്യത്തിൽ നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 4 സ്ട്രിങ്സ് ആണ്. ഇത് യൂണിക്കോണിൻ്റെ കളറാണ്. ഓക്കെ, നമുക്കിതിന് 7 സ്ട്രിങ്സ് വേണം. സോ അതിന് ഞാനിതിനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്, ഈക്വലായിട്ട് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു കളറിനെ 2ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്, ഈ വീഡിയോ നോക്കുക, അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റത്തുനിന്ന് ഒരു നോട്ടിടാം. സാധാരണ നമുക്കിടുന്ന ഒരു നോട്ടിടാം. എന്നിട്ട് ഇതിനെ മറ്റേ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫ്രീ ആയി കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ സർക്കിളിൽ ഇതിൻ്റെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അറ്റം കുത്തിക്കയറ്റും. ആൻഡ് നൗ ഓരോരോ കട്ട്സിൽ ഓരോരോ കളേഴ്സ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഓരോരോ കളേഴ്സ് പറയുമ്പോൾ 2 സ്ട്രിങ്സ്. ഞാൻ കുറച്ച് കട്ടിയായിട്ട് നല്ല ബാൻഡ് വരാൻ വേണ്ടിയിട്ടാണ് 2 എടുത്തിട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പം നമുക്കിത് ഈ റൗണ്ടിൽ 8 കട്ട്സ് ഉണ്ട്, 7 സ്ട്രിങ്സ് ഉണ്ട്. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. യെസ്, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഒരു കട്ട് ബാക്കിയായിട്ട് വരും. ഇനി കട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 1 2 3 ഈ 3rd വൺ ആ കട്ടിലേക്ക് ഇടാം. എഗെയിൻ കട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 1 2 3 ആ 3rd കട്ട്. ഇനി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവാം. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്രെയ്ഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സോ കണ്ടിന്യൂ 1 2 3 1 2 3 കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക.
ഇത് നമ്മളെ കൈക്ക് പാകത്തിനാകുമ്പോഴേക്ക് ഈ ബ്രൈഡിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഏകദേശം അളവായിട്ടുണ്ട്. സോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് എല്ലാം ഊരിയെടുക്കുക അതിൽ നിന്ന്. ഞാൻ ഇതിൻ്റെ ഈ അറ്റത്തുനിന്ന് ഒരു ബട്ടണും കൂടി കെട്ടി വെക്കാണ്. ബട്ടൺ കെട്ടിക്കഴിഞ്ഞിട്ട് അതിലൊരു നോട്ടും കൂടി കെട്ടി വെക്കാം. സോ ഇറ്റ് വിൽ ബി സെക്യൂർഡ്. ഓക്കെ, ബട്ടണൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി ഈ സൈഡ് കുറേ ബാക്കി കിടപ്പുണ്ട്. അതിനെ നമുക്ക് കട്ട് ചെയ്ത് ഒരു ചെറിയ ടെസൽ പോലെ ആക്കാം. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? എത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഇതാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വേറെ ആർക്കെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.